Welcome back to the revision series of the chapter Structure of Atom in Plus One Chemistry and myself Anjana. Let's continue with the Planck's quantum theory. അതായത് ഏതൊരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എനർജി എമിറ്റ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതും കണ്ടിന്യൂസ്ലി അല്ല, ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ എനർജി എമിറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത് സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്മോൾ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസിസ്റ്റ് ആ ഒരു സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് എനർജിക്ക് കൊടുത്ത പേരാണ് ക്വാണ്ടം. ആൻഡ് ഇൻ കേസ് ഓഫ് ലൈറ്റ് ദ ക്വാണ്ടം ഓഫ് എനർജി ഈസ് കോൾഡ് എ ഫോട്ടോൺ. ആൻഡ് അദ്ദേഹം ഒരു റിലേഷൻഷിപ്പ് പ്രപ്പോസ് ചെയ്തു ബിറ്റ്വീൻ എനർജി ആൻഡ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് energy E is directly proportional to frequency nu. That is E directly proportional to nu, and a proportionality മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് കോൺസ്റ്റൻറ്റ് is known by the name Planck's constant, and Planck's constant in the value is 6.626 into 10 raised to minus 34 joule second. Next come black body. എന്താണ് ബ്ലാക്ക് ബോഡി? എല്ലാ ഫ്രീക്വൻസീസിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും സാധിക്കുന്ന ഒരു ഐഡിയൽ ബോഡി, അതിനെയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ആൻഡ് ദ റേഡിയേഷൻ എമിറ്റഡ് ബൈ സച്ച് എ ബ്ലാക്ക് ബോഡി ഈസ് കോൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പോൾ നമുക്ക് ആ പ്ലാങ്ക്സ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് എനർജി ഓഫ് 1 mole of photons of radiation whose frequency is 5 into 10 raised to 14 hertz. അപ്പം ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എനർജി കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. E is equals h nu. E is equals h nu. Then hൻ്റെ വാല്യൂ 6.626 into 10 raised to minus 34 joule second ആണ്. ആൻഡ് ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 into 10 raised to 14 hertz. സോ എനർജി ഈസ് ഈക്വൽസ് h nu. അപ്പോൾ രണ്ട് ടേംസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എനർജി ഇത്ര ജൂൾസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എനർജി ഓഫ് 1 mole ഓഫ് ഫോട്ടോൺ എന്നാണ്. അപ്പോൾ 1 mole ഓഫ് ഫോട്ടോണിൽ എത്രമാത്രം ആറ്റംസ് പ്രസൻറ്റ് ആണ്? 6.022 into 10 raised to 23. അപ്പോൾ നമുക്ക് കിട്ടിയ എനർജിയെ നമ്മൾ അത് വച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഫൈനലി ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിളാണ് ഈ കാൽക്കുലേഷൻ. ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അത് പറയുന്നതിന് മുന്നേ നോക്കിയാൽ ആ ഒരു ഫിഗർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. ഓക്കെ, അതിലേക്ക് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസീസ് ഉള്ള ലൈറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ദാറ്റ് ഈസ് ദ ഫിനോമിനൻ of ejection of electrons from the surface of metal when light of suitable frequency strikes it is called photoelectric effect. And എങ്ങനെ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഈ എക്സ്പെരിമെൻറ്റ് ആക്ച്വലി 1887 എച്ച് ഹേർട്സ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് പെർഫോം ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റിലെ റിസൾട്ട്സ് നോക്കണ്ടേ? അതായത് ഒരു ലൈറ്റ്, ഒരു ബീം ഓഫ് ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ ഫോൾ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്റ്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ്. എൻ്റെ അവിടെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആളാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി μ0. അതായത് ഏതൊരു മെറ്റലിനും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു ഫ്രീക്വൻസിക്ക് താഴെയുള്ള ലൈറ്റാണ് ഒരു പക്ഷേ വന്ന് ആ മെറ്റൽ സർഫസിൽ ഫോൾ ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കത്തില്ല. ആ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അതായത് വന്ന് പതിക്കുന്ന ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി, ഈ ത്രഷോൾഡ് ഫ്രീക്വൻസി μ0 കുറവാണ് എങ്കിൽ എത്ര നേരം ആ ഒരു ലൈറ്റ് ആ മെറ്റൽ സർഫസിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാലും ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കത്തില്ല. ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ W0, the minimum energy required to eject electrons is called a photoelectric work function.
ആൻഡ് ഇങ്ങനെ ഇജക്റ്റഡ് ആവുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് എച്ച് ന്യൂ ഇസ് ഈക്വൽസ് എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഇവിടെ എം ഇ എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ആൻഡ് വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ. Dual behavior of electromagnetic radiation. So it says that light possesses both particle and wave-like properties. That is, light has dual behavior. എപ്പോഴൊക്കെയാണ് ഈ ഒരു പാർട്ടിക്കിൾ ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, the radiation exhibits the particle-like property when it interacts with matter. For say black body radiation and photoelectric effect. And the radiation exhibits wave-like property when it propagates, for say interference and diffraction. Next comes spectrum. ഒരു ബീം ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ ഡീവിയേഷൻസ് അല്ലെങ്കിൽ റിഫ്രാക്ഷൻസ് സംഭവിക്കും ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പാത്ത്. ഫോർ സേ ഒരു വൈറ്റ് ലൈറ്റ് നമ്മളൊരു പ്രിസത്തിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് വേരിയസ് സീരീസ് ഓഫ് കളേർഡ് ബാൻഡ്സ് തരും. അതിന് പറയുന്ന പേരാണ് സ്പെക്ട്രം. അപ്പം എന്താണ്, വൈറ്റ് ലൈറ്റ് ആണല്ലേ സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് വിബ്ജിയോർ തരുന്നത്, റെയിൻബോ കളേഴ്സ്. അപ്പം അതിൽ വേവ് ലെങ്ത്ത് കൂടിയതാർക്കാണ്? റെഡിനാണ്. അപ്പോൾ റെഡിനായിരിക്കും, അതായത് വേവ് ലെങ്ത്ത് കൂടിയ റെഡിനായിരിക്കും ഡീവിയേഷൻ ഏറ്റവും കുറവ്. വേവ് ലെങ്ത്ത് ഏറ്റവും കുറഞ്ഞതാർക്കാണ്? വയലറ്റിനാണ്. വയലറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ. സ്പെക്ട്രം നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് സ്പെക്ട്രം ആൻഡ് ലൈൻ സ്പെക്ട്രം. കണ്ടിന്യൂസ് സ്പെക്ട്രത്തിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ റെയിൻബോ, വിബ്ജിയോർ. അതായത് എ സ്പെക്ട്രം വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ വേവ് ലെങ്ത്, അതാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. അപ്പോൾ ഇതിലുള്ള വേവ് ലെങ്ത്തിൻ്റെ ഇതിലുള്ള ആ ഒരു ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻക്രീസിങ് വേവ് ലെങ്ത്തിലായിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് ഫ്രീക്വൻസീസിൻ്റെ ഇൻ ടേംസിലായിരിക്കും. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം റേഡിയോ വേവ്സ് ടു ഗാമ റേസ്. അപ്പോൾ നമ്മുടെ വിബ്ജിയോറാണ് ആ ഒരു എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് സ്പെക്ട്രം. ബിക്കോസ് എല്ലാ വേവ് ലെങ്ത്സും പരസ്പരം മേർജ് ആയിട്ടായിരിക്കും കാണുന്നത്. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം, വയലറ്റ് ബ്ലൂ ആയിട്ട് മേർജ് ചെയ്യുന്നു, ബ്ലൂ ഗ്രീൻ ആയിട്ട് മേർജ് ചെയ്യുന്നു, അങ്ങനെ എല്ലാം മേർജ് ചെയ്ത് മിക്സ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇൻ ടേംസ് ഓഫ് ലൈൻ സ്പെക്ട്രം ഇവിടെ സ്പെസിഫിക് വേവ് ലെങ്ത്സ് മാത്രമേ ഡെപ്പിക്റ്റഡ് ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ കാണാം, ഒരു ബ്രൈറ്റ് ലൈൻസ് ഉണ്ടാവും, അതാണ് നമ്മുടെ വേവ് ലെങ്ത്. അത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഡാർക്ക് സ്പേസസ് ഉണ്ടാവും. ദാറ്റ് ഈസ് എല്ലാ വേവ് ലെങ്ത്തും അവിടെ റെപ്രസെൻറ്റഡ് ആവുന്നില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് ആൻഡ് ലൈൻ സ്പെക്ട്രം. നമുക്ക് സ്പെക്ട്രത്തിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം എമിഷൻ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ എന്ന് കേൾക്കുമ്പോഴേ എമിറ്റഡ്, ആരോ എമിറ്റ് ചെയ്ത സ്പെക്ട്രമാണ് അല്ലേ. അതായത് ഒരു സബ്സ്റ്റൻസ് ഇരിപ്പുണ്ട്, ആ സബ്സ്റ്റൻസിലേക്ക് കുറച്ച് എനർജി വന്നു. അപ്പോൾ എനർജി വന്നപ്പോൾ അവർ എക്സൈറ്റഡ് ആയി, അതായത് അവർ എനർജി അബ്സോർബ് ചെയ്തപ്പോൾ ആ സബ്സ്റ്റൻസ് എക്സൈറ്റഡ് ആയി. അപ്പോൾ അവർ കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തു. ആ ഒരു സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ്, അതിനെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ കൺസിഡർ എ സാമ്പിൾ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ അവരിൽ കൂടി നമ്മളൊരു റേഡിയേഷൻ പാസ് ചെയ്തു. അപ്പോൾ ആ സാമ്പിൾ, ആ ഒരു റേഡിയേഷനിൽ ഒരുപാട് വേവ് ലെങ്ത് ഉണ്ടാവുമല്ലോ, സർട്ടൺ വേവ് ലെങ്ത് മാത്രം ആ ഒരു സാമ്പിൾ അബ്സോർബ് ചെയ്തു. അപ്പോൾ എന്നിട്ട് അവർ ഔട്ട്പുട്ട് തരുന്ന ആ ഒരു സ്പെക്ട്രത്തിൽ കുറച്ച് ഏരിയാസ് ഡാർക്ക് ലൈൻസ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ആ ഡാർക്ക് ലൈൻസ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയൽ അബ്സോർബ് ചെയ്ത വേവ് ലെങ്ത് ഇല്ലേ, അതിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ദിസ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എമിഷൻ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. The study of emission or absorption spectrum is referred as spectroscopy. Spectral lines of atomic hydrogen. അതൊരു ഗേഷ്യസ് ഹൈഡ്രജനിൽ നമ്മൾ ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുമ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾസ് എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ സെവറൽ സീരീസ് ഓഫ് ലൈൻസ് പ്രസൻറ്റ് ആണ്, വിച്ച് ഇസ് നെയിംഡ് ആഫ്റ്റർ ദെയർ ഡിസ്കവറേഴ്സ്. അപ്പോൾ ഫസ്റ്റ്ലി ഇവിടെ നോക്കി ആ ടേബിളിൽ നിങ്ങൾക്ക് സീരീസ് കാണാം, N1 N2. N എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്, വിച്ച് ആർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 3. ദെൻ സ്പെക്ട്രൽ റീജിയൻ കാണും. ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ലെയ്മാൻ.
ലെയ്മാൻ സീരീസ് ആക്ച്വലി അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരുന്നത്, അപ്പോൾ നമുക്കത് വിസിബിൾ അല്ല. ദെൻ ബാൽമർ സീരീസിലാണ് നമ്മുടെ ആ വിബ്ജിയോർ വരുന്നത്, അപ്പോൾ നമുക്കത് വിസിബിൾ റീജിയനിലാണ്. ദെൻ പാസ്റ്റൺ, ബ്രാക്കറ്റ് ആൻഡ് പി ഫണ്ട് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ബോസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ആക്ച്വലി ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ആൻഡ് അതിൻ്റെ സ്പെക്ട്രത്തിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത ഫസ്റ്റ് സയൻറ്റിസ്റ്റാണ് നീൽസ് ബോർ. അപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത അറ്റോമിക് ഹൈഡ്രജൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഉള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് ഫിക്സഡ് റേഡിയസും ഫിക്സഡ് എനർജിയും ഉണ്ട്. ആൻഡ് ഈ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽസ്. ഈ ഓർബിറ്റ്സ് ന്യൂക്ലിയസിന് കോൺസെൻട്രിക്കലി ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ആസ് ലോങ് ആസ് ദിസ് ഇലക്ട്രോൺസ് റിമൈൻ ഇൻ ദി പെർട്ടിക്കുലർ ഓർബിറ്റ്, അത് എനർജി ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ദെൻ ഇനി ഒരു രണ്ട് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് തമ്മിൽ ഒരു ട്രാൻസിഷൻ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഒബ്വിയസ്ലി എനർജി ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് എ ഫോർമുല ദാറ്റ് ഈസ് ന്യൂ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഇസ് ഈക്വൽസ് ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ എച്ച്. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എനർജി, ദാറ്റ് ഈസ് E2 മൈനസ് E1. E2 E1 എന്ന് പറയുന്നത് ആ ഒരു ലോവർ ആൻഡ് ഹയർ എനർജി സ്റ്റേറ്റ്സിൻ്റെ എനർജീസാണ്. ഓക്കെ, ഡിവൈഡ് ബൈ എച്ച്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ജനറലി പറയുന്ന പേരാണ് ബോസ് ഫ്രീക്വൻസി റൂൾ. ഓക്കെ, അപ്പോൾ ഫോർത്ത് പോയിന്റ് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ആംഗുലർ മൊമെൻറ്റം എന്ന് അറിയണം. സോ വി നോ ദാറ്റ് ലീനിയർ മൊമെൻറ്റം ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, റൈറ്റ്? Similarly, angular momentum is the product of moment of inertia and angular velocity. That is, angular momentum is equals I, moment of inertia, into omega. Omega is angular velocity. So since I, moment of inertia, is equals mr square. m e എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഇലക്ട്രോൺസിനെ കുറിച്ച് പറയുന്നുണ്ടാണ്, മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ആർ സ്ക്വയർ. ആൻഡ് ഒമേഗ ഇസ് ഈക്വൽസ് വി ബൈ ആർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇത് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു? I ഇൻറ്റു ഒമേഗ ബിക്കംസ് എം ആർ സ്ക്വയർ ഇൻറ്റു വി ബൈ ആർ. അപ്പോൾ ഈ ഒരാറും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എം വി ആർ എന്ന് കിട്ടും. ഓക്കെ, അതാണ് ആംഗുലർ മൊമെൻറ്റം. ഇനി നമുക്ക് ഫോർത്ത് പോയിന്റ് നോക്കാം. An electron can move only in those orbits for which its angular momentum is an integral multiple of h by 2 pi. That is mvr, that is angular momentum, is equals n into h by 2 pi. n എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽസ് ആണ് അല്ലേ, ഇൻറ്റിജർ നമ്പേഴ്സ് 1, 2, 3. So with this part 2 section of revision ഇവിടെ കഴിയുകയാണ്. So stay tuned for more videos. All the best. Thank you for listening.